നമ്മുടെ ശരീരത്തിന്റെ ചെറിയൊരു ഭാഗം ചെറിയൊരു ഭാഗം നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ കെയർ ചെയ്ത് വരികയാണെങ്കിൽ നമ്മുടെ മുഴുവൻ ശരീരത്തിനും അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കും. ഇത് മറ്റൊന്നുമല്ല, പൊക്കിളിന്റെ ഭാഗം. പണ്ട് നമ്മുടെ അച്ഛനപ്പന്മാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, പൊക്കിളിന്റെ ഭാഗത്ത് എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ബലം കിട്ടും എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ടല്ലേ. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് നമ്മളാരും ശ്രദ്ധിക്കാറില്ല, നമ്മളാരൊന്നും ചെയ്യാറുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു പഴയ ശീലം മാത്രമല്ല കേട്ടോ, ഇതിന്റെ പിന്നില് ശാസ്ത്രീയമായിട്ടുള്ള ഇതിന്റെ ഗുണങ്ങളും ആയുർവേദ ഗുണങ്ങളും ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇത്തരത്തിൽ നമ്മൾ പൊക്കിളില് എണ്ണ തേക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ വാതം, പിത്തം, കഫം എന്നീ പറയുന്ന ത്രിദോഷത്തിനെ എങ്ങനെയാണ് നമുക്ക് ബാലൻസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുക, അതുപോലെ ഏതൊക്കെ ശരീരപ്രകൃതിയിലുള്ള ആൾക്കാർ ഏതൊക്കെ എണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സീക്രട്ടിനെ പറ്റി നിങ്ങൾക്ക് എന്തായാലും അറിയാനായിട്ട് സാധിക്കും. സോ നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുശക്തി ഇൻ മുംബൈ. ആയുർവേദത്തിൽ നമ്മൾ പൊക്കിളിനെ നാഭി എന്നാണ് പറയുക. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഓയിൽ അപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ നാഭി പൂരണം എന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലത്തെ ഒരു എനർജി സെന്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും കേട്ടോ. ഗർഭസമയത്ത് നമ്മൾ അമ്മമാരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാന ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ ശരീരത്തിലത്തെ പ്രധാന നാഡികളുമായിട്ട് ഇത് കണക്ട് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശരീരത്തിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ശരീരത്തിലത്തെ ഞരമ്പുകളെ നന്നായിട്ട് റിലാക്സേഷൻ ചെയ്യാനും ശരീരത്തിന് ഉള്ളിൽ നിന്നൊരു ബാലൻസ്, അതായത് ഇന്റേണലി ബാലൻസ് ചെയ്ത് നിർത്താനും ശരീരത്തിലത്തെ വാദം, പിത്തം, കഫം എന്നീ പറയുന്ന 3 ദോഷങ്ങളെ ബാലൻസ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ശരീരത്തിലെ ഈ പറയുന്ന 3 ദോഷങ്ങൾ ബാലൻസ് ആയാൽ തന്നെ ഒട്ടുമിക്ക രോഗങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പൊ ആദ്യം ഞാനിവിടെ ഈ പറയുന്ന 3 ദോഷം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏത് ദോഷമാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് നിൽക്കുന്നതെന്ന്. ആ ഒരു ദോഷത്തിനനുസരിച്ചുള്ള ഓയിലുകൾ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അവസാനം ഞാൻ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും കൂടി പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ഞാൻ ഓയിൽ പറയാം. അപ്പൊ ആദ്യമായിട്ട് ശരീരത്തിൽ വാതദോഷം കൂടുന്ന സമയത്ത് ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ പറയാൻ ഞാൻ. ഒന്നാമത്തെ ഒരു കാര്യമാണ് ശരീരത്തിൽ ജോയിന്റ്സിൽ നന്നായിട്ട് ഒരു വേദന പോലെ തോന്നും, ക്രാക്കിംഗ് പോലെ തോന്നുക, സ്കിന്നിൽ നന്നായിട്ട് ഒരു ഡ്രൈനെസ് പോലെ, ചുണ്ടുകളിൽ നന്നായിട്ട് ഒരു ഡ്രൈനെസ്, മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങള്, ഓവർ തിങ്കിങ്, നന്നായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ ആൻസൈറ്റി പോലെയുള്ള കാര്യങ്ങൾ, ഒരു പേടി പോലെ തോന്നുക, ഉറക്കമില്ലായ്മ, ഉറക്കത്തിന് നന്നായിട്ട് ഒരു ഡിസ്റ്റർബൻസ്, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടുവരികയാണെങ്കിൽ ഇത് ശരീരത്തിൽ വാതദോഷം കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത്തരക്കാര് ചൂസ് ചെയ്യേണ്ട എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ചൂട് കൊടുക്കുന്ന ഒരു എണ്ണയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൂടുതലും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ചൂടെന്ന് പറഞ്ഞാൽ വാദത്തിനെ ശമിപ്പിക്കാനായിട്ട് ചൂടാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾക്ക് എള്ളെണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഇതിലേതെങ്കിലും ഒരു എണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എള്ളെണ്ണ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അതായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത് ശരീരത്തിലത്തെ ചൂട്, കുറച്ചൊരു ചൂടും കൊടുക്കും, വാദത്തിനെ ശമിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ആദ്യത്തെ ഒരു കാറ്റഗറി. രണ്ടാമതാണ് പിത്തദോഷം നന്നായിട്ട് കൂടുക. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ പിത്തദോഷമാണ് കൂടി നിൽക്കുന്നതെങ്കിൽ ഈ ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. ശരീരത്തിൽ നല്ലൊരു ചൂട് പോലെ തോന്നും, എപ്പോഴും നല്ലൊരു ചൂട് പോലെ, വിയർപ്പ് നന്നായിട്ട് തോന്നും. വിയർപ്പിൽ ചില ആളുകൾക്ക് നല്ല ദുർഗന്ധം പോലെയൊക്കെ കണ്ടുവരാറുണ്ട്. അസിഡിറ്റി പോലെ, അല്ലെങ്കിൽ ഒരു ചൂട് പുകച്ചില് പോലെയൊക്കെ തോന്നുക, സ്കിന്നിൽ റാഷസ്, ആക്നി പോലെയുള്ള കാര്യങ്ങൾ, മുടി കൊഴിച്ചിൽ നന്നായിട്ട് വരിക, മുടി നന്നായിട്ട് നരയ്ക്കുക, ഒരു ദേഷ്യം നന്നായിട്ട് വരിക, ഇറിറ്റേഷൻ പോലെ തോന്നുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ശരീരത്തിൽ പിത്തം നന്നായിട്ട് കൂടി നിൽക്കുമ്പോഴാണ് കണ്ടുവരാറുള്ളത്. അപ്പൊ ഈ പിത്തമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട എണ്ണ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ളതായിരിക്കണം, ഒന്ന് തണുപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കണം. അപ്പൊ കൂളിംഗ് പ്രോപ്പർട്ടിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദപിത്ത ശമനത്തിന് നല്ലൊരു കാര്യമാണ്, അതുകൊണ്ടാണ് വാദത്തിനും പിത്തത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു കൂളിംഗ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഈ പറയുന്ന ലക്ഷണമുള്ളവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇനി അവസാനത്തെ ഒരു കാറ്റഗറിയാണ് കഫദോഷം. ഈ കഫദോഷം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് വെയിറ്റ് ഗെയിൻ, അതായത് വെയിറ്റ് നന്നായിട്ട് കൂടി വരിക, ശരീരത്തിൽ ഒരു നീര് പോലെ തോന്നുകയാണ്, കഫസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മടി പോലെ, ഒരു ക്ഷീണം, ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, ഒരു ലേസിനെസ് നന്നായിട്ട് തോന്നുകയാണെങ്കിൽ ശരീരത്തിൽ കഫം കൂടി വരികയാണെന്നാണ് പറയാൻ പറ്റുക. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എണ്ണയാണ് കടുകെണ്ണ. അപ്പൊ ഓവറോൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ വാദക്കാർക്ക് കുറച്ചുകൂടി ഒരു ഉഷ്ണ പ്രോപ്പർട്ടി ഓയിലും, പിത്തക്കാർക്ക് കുറച്ചൊരു കൂളിംഗ് പ്രോപ്പർട്ടിയും, കഫക്കാർക്ക് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോപ്പർട്ടിയുള്ള ഓയിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഉണ്ടല്ലോ, നിങ്ങൾ നിവർന്ന് കിടക്കുക. നിവർന്ന് കിടന്നതിന് ശേഷം ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ദോഷത്തിനനുസരിച്ചുള്ള ഓയിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കാം കേട്ടോ. ചൂടാക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സ്പൂൺ ആദ്യം നിങ്ങൾ ചൂടാക്കുക, ശേഷം അതിലേക്ക് നിങ്ങൾ കുറച്ച്
ആ ചൂടായിട്ടുള്ള സ്പൂണിലേക്ക് നിങ്ങൾ കുറച്ച് ഓയിൽ ഇടുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളം ചൂടാകുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊരു ഡ്രോപ്പറിലോ അല്ലെങ്കിൽ കയ്യിന്റെ വിരലിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങളുടെ പൊക്കിളിന്റെ ആ ഒരു ഭാഗത്ത് നിവർന്ന് കിടന്നതിന് ശേഷം ഒരു 2-3 ഡ്രോപ്സ് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുക. ആ പൊക്കിളിന്റെ ഭാഗം ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ഓയിൽ കൊണ്ട് തന്നെ നിങ്ങൾ പൊക്കിളിന്റെ ചുറ്റും ഉണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ചെയ്യുകയാണെങ്കിൽ അത്രയും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ കിടന്നുറങ്ങാം, കുഴപ്പമൊന്നുമില്ല. ഇത് എന്നും ചെയ്തു വരികയാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യം. പക്ഷെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്, എന്ത് ഇൻഫെക്ഷനും ആയിക്കോട്ടെ, ശരീരത്തിന്റെ ഉള്ളിലോ പുറത്തോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്, അൾസർ പോലെയുള്ള കാര്യങ്ങളുണ്ട്, ഹെർണിയ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരാണ്, സിസേറിയനൊക്കെ കഴിഞ്ഞിപ്പോ കുറച്ച് നാളുകളൊക്കെ ആയിട്ടുള്ളൂ, എന്നിങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പൂർണ്ണമായിട്ടെല്ലാം ഹീൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാര്യം യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുറേ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. 2-3 തുള്ളി മാത്രം ഉപയോഗിച്ചാൽ മതി. കുറെ ഇങ്ങനെ ഉപയോഗിക്കുന്നതും വലിയ അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് മസാജ് ചെയ്ത് കിടക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി, സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജി പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ ചെറിയൊരു ശീലമാണ്, കേൾക്കുന്ന സമയത്ത് ചെറുതായിട്ട് തോന്നുമെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നിത്യമായിട്ട് ചെയ്തു വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ശരീരത്തിലത്തെ ദോഷം ഏതാണെന്ന് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ഓരോ ഓയിൽ യൂസ് ചെയ്യുക. ഇപ്പോ നിങ്ങളുടെ ശരീരത്തിൽ പിത്തം നന്നായിട്ട് കൂടി നിൽക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ വേദന ഉണ്ടെന്ന് വിചാരിച്ച് എള്ളെണ്ണ യൂസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ശരീരത്തിന്റെ ചൂട് കൂടാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. ഏത് ദോഷമാണോ ഇംബാലൻസ് ആയത് അതിനനുസരിച്ചുള്ള ഓയിൽ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയില്ലെങ്കിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.